ഹായ് ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ വന്ന ഒരു കമൻറ്റിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. അതായത് ഹെഡ്ഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജി പഠിക്കാൻ വന്നിട്ട് കാര്യമുണ്ടോ, പ്ലേസ്മെൻറ്റ്സ് കിട്ടുമോ, അതേപോലെ തന്നെ എങ്ങനെയുണ്ട് കോഴ്സും കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചിട്ടുള്ളവർ. അപ്പോൾ നോർമലി ഒരു ജനറലായിട്ട് ഞാൻ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അത്രയും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്, വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ UK. അതായത് നമുക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്, നോൺ UK സ്റ്റുഡൻസിനും അതേപോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും വന്ന് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു യൂണിവേഴ്സിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഗ്രീനിച്ച് യൂണിവേഴ്സിറ്റി, അങ്ങനത്തെ കുറേ നല്ല നല്ല യൂണിവേഴ്സിറ്റികൾ വേറെയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അതായത് സൈക്കോളജി കോഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ അതേപോലത്തെ സയൻസ് കോഴ്സുകൾ പഠിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഹെഡ്ഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റി 2 ക്യാമ്പസ് ആണുള്ളത്. ഒന്ന് മെയിൻ ക്യാമ്പസ് എന്ന് പറയുന്നത് കോളേജ് ലൈൻ ക്യാമ്പസ് ആണ്, പിന്നെ അത് ബിസിനസ് സ്കൂൾ വരുന്നത് ഡി ഹാവ്ലാൻഡ് ക്യാമ്പസ് ആണ്. അപ്പോൾ ഈ 2 ക്യാമ്പസിലും അതായത് ബിസിനസ് കോഴ്സുകൾ എടുത്ത് വരുന്നവരാണെന്നുണ്ടെങ്കിൽ, മാനേജ്മെൻറ്റ് കോഴ്സുകൾ എടുത്ത് വരുന്നവരാണെന്നുണ്ടെങ്കിൽ വലിയ വിഷയമില്ല. അതായത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിവ്യൂ പറയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതായത് നിങ്ങൾ ഡി ഹാവ്ലാൻഡ് ക്യാമ്പസിലുള്ള ഏത് കോഴ്സ് എടുത്ത് വരുവാണെന്നുണ്ടെങ്കിലും, അതായത് മാനേജ്മെൻറ്റ് കോഴ്സുകൾ എടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്താകാം, ഈ അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, പ്രസൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് പാസ്സാവാം, സർട്ടിഫിക്കറ്റ് വാങ്ങാം. പക്ഷേ നേരെ തിരിച്ച് നിങ്ങൾ സയൻസ് കോഴ്സുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഞാനിപ്പോൾ എന്താ പറയുക, സൈക്കോളജി കോഴ്സാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകൾ, പിന്നെ അതേപോലെ തന്നെ ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്, നഴ്സിംഗ്, അങ്ങനത്തെ എന്താ പറയുക സയൻസ് കോഴ്സുകൾ എടുത്തു വരുന്നവരാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, പാസ്സാവാൻ കുറച്ച് റിസ്ക്കാണ്. പിന്നെ അതേപോലെ തന്നെ എന്താണ്, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കോഴ്സിൽ നോക്കുക, റിട്ടൺ എക്സാംസ് ഉണ്ടോ, റിട്ടൺ എക്സാംസ് ഉണ്ടോ, അസൈൻമെൻറ്റ്സ് മാത്രമാണോ, ഡിസൈഡേഷൻ ഉണ്ടോ, ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ലിങ്കിലും കയറിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കിട്ടും. അപ്പോൾ ആദ്യം ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വരാൻ. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ കമ്പൾസറി ആയിട്ട് 2 റിട്ടൺ എക്സാം ഉണ്ട്. ഒരു ഓപ്ഷണൽ മൊഡ്യൂളിൽ അതിനൊരു എക്സാം ഉണ്ട്. എനിക്ക് 3 റിട്ടൺ എക്സാം ആണുള്ളത്. പിന്നെ വേറെ എക്സാംസ് വേറെ ഉണ്ട്, അസൈൻമെൻറ്റ്സ് വേറെ ഉണ്ട്. അതായത് ഇവിടുത്തെ എക്സാം എന്ന് പറഞ്ഞാൽ നോർമലി നമ്മളവിടെ പോവുക, അവിടെയുള്ള ഏതെങ്കിലും മാക്ക് എന്താ പറയുക സിസ്റ്റത്തിൽ ചെയ്യുക. അതായത് ചെയ്തിട്ട് അതിൽ ചിലപ്പം MCQ ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്യുക. അത്രേ ഉണ്ടാവുള്ളൂ. വളരെ ഈസിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താകും, കിട്ടും ചെയ്യും. അതായത് ഇപ്പോൾ ഞങ്ങളുടെ എക്സാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എക്സാമിന് ഒരു മൊഡ്യൂളിന് എക്സാമാണ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് സെമ്മിൽ. അപ്പോൾ ആ എക്സാമിന് റിട്ടൺ നോട്ട്സ് കൊണ്ടുപോകാമായിരുന്നു. റിട്ടൺ നോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിൽ ഓപ്പൺ എക്സാം പോലെ തന്നെ, നാട്ടിൽ ഓപ്പൺ എക്സാം വലിയ രീതിയിൽ ഇല്ലെങ്കിലും ഓപ്പൺ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവായിരിക്കും. അതായത് ബുക്ക് വെച്ച് നോക്കിയിട്ട് എഴുതുന്ന സംഭവം ഉണ്ടല്ലോ, അതേപോലെ. അതായത് ഫസ്റ്റ് സെമ്മിന് ഒരു എക്സാം ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിട്ടൺ നോട്ട്സ് ഒരു പേജ്, ഒരു A4 പേജ്, ഒരു A4 പേപ്പറിൻ്റെ ഒരു വശം മാത്രം എന്താക്കാം, 1 സൈഡ് മാത്രം നമുക്ക് എഴുതി കൊണ്ടുപോകാം, അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ അത്ര ഉൾക്കൊള്ളിക്കാം. അതിൽ വേർഡ് ലിമിറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതായത് അപ്പോൾ അത് വെച്ചിട്ട് എന്താകുക, എക്സാം എഴുതുക, പാസ്സാവുക. അങ്ങനെ ആ ഒരു സംഭവം ഉണ്ട്. അത് എന്താവാം, സിമ്പിളായിട്ട് പാസ്സാവാം. അതായത് ഒന്ന് ജസ്റ്റ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പാസ്സാവും. അല്ല, ഇനി റിട്ടൺ എക്സാംസ് ആണെന്നുണ്ടെങ്കിൽ നാട്ടിലെ പോലെയല്ല, കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ് ഇവിടുത്തെ റിട്ടൺ എക്സാംസും കാര്യങ്ങളൊക്കെ. അതായത് സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ചെയർ, ഒരു ടേബിള്, അവിടെ ഇരിക്കുക. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല. നമ്മുടെ ഫോണ്, iWatch ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വാച്ചും കാര്യങ്ങളൊക്കെ ഊരിയിട്ട് നമ്മൾ വേറെ ഒരു ബോക്സ് ഉണ്ട്, അതിൽ വെച്ചിട്ട് താഴെ വെക്കണം. അപ്പോൾ അതാണ് എക്സാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇവിടെ തട്ടിട്ട് വന്ന പെൺകുട്ടികളുടെ എന്താക്കിയിട്ടുണ്ട്, ഇതൊക്കെ തുറന്നു നോക്കും. അതായത് തട്ടം തുറന്നു നോക്കും, ഇവിടെ എന്തെങ്കിലും എഴുതിക്കണോ നോക്കാനാണോ എന്നറിയില്ല. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എക്സാമൊക്കെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇവിടെ നോക്കുന്നതും. അതേപോലെ തന്നെ അതിൻ്റെ വാല്യുവേഷനും അത്രയും സ്ട്രിക്റ്റ് ആണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കോഴ്സ് വെച്ചിട്ട്, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു കാര്യം എഴുതുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കാര്യം അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ച സാധനമാണെന്നുണ്ടെങ്കിലും, നമ്മുടെ ഡിഗ്രിക്ക് പഠിച്ച സാധനമാണെന്നുണ്ടെങ്കിലും, അത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് ആര് പറഞ്ഞു, ഏത് വർഷം പറഞ്ഞു, സൈറ്റേഷൻ നിർബന്ധം. അതായത് റെഫറൻസ് സൈറ്റേഷൻ ഇല്ലാതെ നമുക്ക് ആ എക്സാം ഒരു നിലക്കും പാസ്സാകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതും
പിന്നെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ എന്താണോ അതിൻ്റെ ഒരു റിയൽ, അതായത് ക്ലിയർ ആയിട്ടുള്ള ആൻസർ അതിൽ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പാസ്സാകാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളൊരു സാധനം പഠിച്ചു, ആ ഒരു മൊഡ്യൂൾ പഠിച്ചു, ആ ഒരു യൂണിറ്റിലെ എല്ലാ കാര്യവും വാരി വലിച്ച് എഴുതി വെച്ചു, എന്നാലും പാസ്സാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയും ടഫാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് എന്താക്കുക, തിരഞ്ഞെടുക്കുന്നവർ അത്രയും കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വരിക. കാരണം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്നോട് ഒരുപാട് ആളുകൾ, എൻ്റെ UK ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു, സൈക്കോളജി എടുക്കണ്ടടാ, സൈക്കോളജി കുറച്ച് റിസ്ക് ആണ്. കാരണം അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതേപോലെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് പാസ്സായിട്ടുള്ളത്. അപ്പോൾ അത് ഭയങ്കര റിസ്ക് ആണെന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ എന്നാലും എൻ്റെ ഒരു കോൺഫിഡൻസിൽ ഞാൻ ആ സൈക്കോളജി കോഴ്സ് എടുത്തു വന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് സയൻസ് വിഷയങ്ങൾ എടുത്ത് വരുന്നവർ UK വരികയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ ഇത് അഥവാ നിങ്ങൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരു ഉപകാരം കൂടി ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ കൂടെ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻലി ഇപ്പോൾ ഹെൽത്ത് കോഴ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ മെൻ്റൽ ഹെൽത്ത് കോഴ്സാണ്, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടാവും. ഇപ്പോൾ BPS രജിസ്ട്രേഷനാണ് ഞങ്ങൾക്കുള്ളത്, ബ്രിട്ടീഷ് സൈക്കോളജി സൊസൈറ്റിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടാവും. ആ രജിസ്ട്രേഷൻ വെച്ചിട്ട്, അതായത് ഒരു നമ്പർ ഉണ്ടാവും. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നഴ്സിംഗ് MBBSകാർക്കൊക്കെ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ലോയർമാർക്കൊക്കെ എന്തുണ്ടാവും, ഓരോ രജിസ്ട്രേഷൻ നമ്പറുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ ഇവിടെ നമുക്ക് സൈക്കോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ നമ്പർ വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ NHSലും ഇവിടുത്തെ നാഷണൽ ഹെൽത്ത് സെക്ടറിൽ എന്താക്കാം, നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബെനിഫിറ്റാണ്. കാരണം അതായത് ഗവൺമെൻറ് ജോബാണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റും പറഞ്ഞു തന്നു, ഇത് പാസ്സാവാനുള്ള റിസ്ക് അല്ലെങ്കിൽ ഒരു കോഴ്സ് ക്രാക്ക് ചെയ്യാനുള്ള അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും മനസ്സിലാക്കണം. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു കമൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡൗട്ട്സ് ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവുമെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ കമൻറ്റിൽ വന്ന ചോദിച്ച കുട്ടി, അവർക്ക് ഞാനുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ എല്ലാം ആ കമൻസിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ Instagram ID ഇവിടെ കൊടുക്കുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് നിങ്ങൾക്ക് DM ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ അത്രയുള്ള വീഡിയോ, ജസ്റ്റ് ഒരു ഈ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇനിയുള്ള വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.